എല്ലാവർക്കും നമസ്കാരം. ദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും തുടങ്ങാം. ഇന്ന് നമ്മൾ 91-ാമത്തെ ശ്ലോകം മുതലാണ് പറയുന്നത്. ഉത്തസ്ഥൗ ച ജഗന്നാഥസ്തയാ മുക്തോ ജനാർദ്ദനഃ ഏകാർണവേ ഹി ശയനാത് തതഃ സദ്ദദൃശേച്ച തൗ മധുകൈഡഭൗ ദുരാത്മാനാവതിവീര്യപരാക്രമൗ ക്രോധരക്തേക്ഷണൗ ഹന്തും ബ്രഹ്മാണം ജനിതോദ്യമൗ. നമുക്ക് 4 വരികളുടെ അർത്ഥം നോക്കാം. ഉത്തസ്ഥൗ ച ജഗന്നാഥസ്തയാ മുക്തോ ജനാർദ്ദനഃ. തയാ മുക്തഃ, ആ നിദ്രാദേവിയാൽ പരിത്യക്തനായി എന്ന് പറഞ്ഞാൽ പരിത്യജിക്കപ്പെട്ടു. നിദ്രാദേവി പരിത്യജിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിദ്രാദേവി വിട്ടുപോയി, അതായത് ഉറക്കമുണർന്നു എന്നർത്ഥം. ഏകാർണവേ ഹി ശയനാത്. ഏകാർണവേ എന്ന് പറഞ്ഞാൽ ഏകസമുദ്രത്തിൽ. ഓർക്കുന്നുണ്ടാവും എല്ലാവരും ഏകാർണവേ, ഏകസമുദ്രമായത് എന്തുകൊണ്ടാണെന്ന്. അതായത് പ്രളയത്തിൽ എല്ലാം മുങ്ങിപ്പോയി. മഹാവിഷ്ണു എവിടെയാണ് ശയിച്ചുകൊണ്ടിരുന്നത്? ശയ്യയിൽ, അതായത് ശേഷനാഗമെന്ന മെത്തമേൽ ശയിക്കുക. ബാക്കിയെല്ലാം ഒറ്റ സമുദ്രമായിട്ടാണ് കാണപ്പെടുന്നത്. സർവ്വതും ജലത്തിനടിയിലാണ്. അതാണ് ഏകാർണവേ ഹി ശയനാത് തദസ ദദൃശേ ച തൗ. ജഗന്നാഥ ജനാർദ്ദന, ലോകനാഥനായിരിക്കുന്ന വിഷ്ണു. തയാ മുക്ത, ആ നിദ്രാദേവിയാൽ പരിത്യജിക്കപ്പെട്ടു. അഹി ശയനാൽ, അഹി സർപ്പമാണ്. സർപ്പമാകുന്ന, സർപ്പത്തിനൊരു പര്യായപദമാണ് അല്ലേ. ഇങ്ങനെ കേൾക്കുമ്പോൾ ഓർത്ത് വെച്ചാൽ മതി. പഠിപ്പിക്കുന്നവരുണ്ടെങ്കിൽ കുട്ടികൾ ചോദിക്കും, പര്യായപദം പറഞ്ഞു കൊടുക്കാൻ നേരത്ത് പെട്ടെന്ന് ഓർമ്മ ഒന്നിരിക്കില്ല, എന്നാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർത്തിരിക്കും. അഹി സർപ്പമാണ്. അഹിശയനാൽ, സർപ്പമാകുന്ന മെത്തയിൽ നിന്ന്. ഉത്തസ്ഥൗ, ഉത്താനം ചെയ്തു എന്ന് പറഞ്ഞാൽ ഉണർന്നു. ഉണർന്നെഴുന്നേറ്റിട്ട് തതഃ സ, അനന്തരം ആ ജനാർദ്ദനൻ ദുരാത്മാനവും ദുഷ്ടബുദ്ധികളായി അതിവീര്യപരാക്രമവും അത്യുത്കൃഷ്ട പരാക്രമികളായി. ഈ മധുകൈഡഭന്മാർക്ക് അത്യുത്കൃഷ്ട പരാക്രമികളായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വീരശൂര പരാക്രമികളാണ്, അമിത പരാക്രമികളാണ് എന്ന് അർത്ഥം. ക്രോധരക്തേക്ഷണവും, കോപം കൊണ്ട് ചുവന്നിരിക്കുന്ന, രക്തനിറം ആണ്, അതായത് ചുവന്നിരിക്കുന്ന കണ്ണുകളോടുകൂടി. എപ്പോഴാണ് കോപം കൊണ്ട് കണ്ണ് ചുമക്കുന്നത്? അത്യന്തം കോപം ഉണ്ടാകുമ്പോഴാണ് കണ്ണുകളൊക്കെ രക്തവർണ്ണമാകുന്നത്. ബ്രഹ്മാണം ഹന്തും, ബ്രഹ്മാവിനെ ഹന്തും, ഹനിക്കുന്നതിന്, നിഗ്രഹിക്കുന്നതിന്, വധിക്കുന്നതിന്. ജനിതോദ്യമവും, ഉത്സാഹത്തോടു കൂടിയവരായിരിക്കുന്ന. തൗ മധുകൈഡഭൗ, ആ മധുകൈഡഭന്മാരെ. ദദൃശേ ച, ദദൃശേ കാണുക, ദദൃശേ ച കാണുകയും ചെയ്തു. അപ്പോൾ ബ്രഹ്മാവിൻ്റെ സ്തുതി കേട്ട് മഹാവിഷ്ണു ഉണർന്നു. ഉണർന്നു കഴിഞ്ഞപ്പോൾ ഈ വീരശൂര പരാക്രമികളായ മധുകൈഡഭന്മാരെ മുന്നിൽ കാണുകയും ചെയ്തു. അവരുടെ കണ്ണുകളൊക്കെ രക്തവർണ്ണമായി, അമിത കോപത്തോടുകൂടി, അത്യന്തം പരാക്രമത്തോടുകൂടി 2 അസുരന്മാരിങ്ങനെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നത് മഹാവിഷ്ണു കണ്ടു. ബ്രഹ്മാവിനെ നിഗ്രഹിക്കുന്നതിന് ശ്രമിക്കുന്നവരായിരിക്കുകയായിരുന്നു 2 പേരും. അപ്പോഴാണ് ബ്രഹ്മാവ് സ്തുതിച്ചതല്ലേ. ഇനി ഇവിടെ അടുത്ത ശ്ലോകം നോക്കാം. 93-ാമത്തെ. സമുദ്ധായ തതസ്താഭ്യാം യുധേ ഭഗവാൻ ഹരിഃ പഞ്ചവർഷസഹസ്രാണി ബാഹുപ്രഹരണോ വിഭു. തതഃ ഭഗവാൻ, അനന്തരം ആ ഐശ്വര്യാദിയുക്തനായിരിക്കുന്ന, വിഭു എന്ന് പറഞ്ഞാൽ വ്യാപിച്ചിരിക്കുന്ന, എല്ലായിടത്തും വ്യാപിച്ചിട്ടുള്ള. ഹരി സമുദ്ധായ, വിഷ്ണു എഴുന്നേറ്റിട്ട്. ഹരി വിഷ്ണുവാണെന്നറിയാമല്ലോ അല്ലേ. പഞ്ചവർഷസഹസ്രാണി, 5000 വത്സരങ്ങൾ. താഭ്യാം, ആ മധുകൈഡഭന്മാരോട്. ബാഹുപ്രചരണ, കൈകളാകുന്ന ആയുധങ്ങളോടുകൂടി. യുധേ, യുദ്ധം ചെയ്തു. നമ്മൾ ദേവി മഹാത്മ്യത്തിൽ ദേവി വധിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, ദേവി ആ ത്രിമൂർത്തി സ്വരൂപമായ ആ ദേവി വിഷ്ണു രൂപത്തിൽ വന്ന് വധിച്ചു എന്നും ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ സമുദ്ധായ തതസ്താഭ്യാം യുധേ ഭഗവാൻ ഹരിഃ, ആ ഭഗവാൻ അനന്തര ഐശ്വര്യാദിയുക്തനായി എല്ലാ ഐശ്വര്യങ്ങളോടും കൂടിയിരിക്കുന്ന സർവവ്യാപിയായ വിഷ്ണു ഭഗവാൻ എഴുന്നേറ്റിട്ട് 5000 വത്സരങ്ങൾ. താഭ്യാം, ആ മധുകൈഡഭന്മാരോട്, അവരോടെന്നാണ് താഭ്യാം എന്ന് പറഞ്ഞാൽ. ഇവിടെ ആ മധുകൈഡഭന്മാരോടാണെന്ന് നമുക്കറിയാമല്ലോ. ബാഹുപ്രഹരണ, കൈകളാകുന്ന ആയുധങ്ങളോടുകൂടി യുദ്ധം ചെയ്തു എന്ന് അർത്ഥം. 1-2 വർഷമല്ല,
5000 വർഷങ്ങളാണ്. പഞ്ചവർഷ സഹസ്രാണി. സഹസ്രം 1000 ആണെന്ന് അറിയായിരിക്കുമല്ലോ അല്ലേ. അടുത്തത് 94-ാമത്തെ ശ്ലോകം നോക്കാം. താവപ്യതിബലോന്മത്തൗ മഹാമായ വിമോഹിതൗ ഉക്തവന്തൗ വരോസ്മത്തോ വ്രിയതാമിതി കേശവം. താവപ്യതിബലോന്മത്തൗ, അതിബലോന്മത്തൗ എന്ന് പറഞ്ഞാൽ അധിക ബലം കൊണ്ട് അത്യന്തം മതിച്ചിരിക്കുന്ന, അഹങ്കാരം പിടിച്ചിരിക്കുന്ന, തൗ അഭി ആ മധുകൈടഭന്മാർ, മഹാമായാ വിമോഹിതവും ആ മഹാമായാദേവിയാൽ നല്ലവണ്ണം മോഹിപ്പിക്കപ്പെട്ടവരായിട്ട്. ബ്രഹ്മാവ് അവസാനം പ്രാർത്ഥിക്കുന്നത് അതാണല്ലേ, ഈ വീരശൂര പരാക്രമികളായ ഈ മധുകൈടഭന്മാരെ ദേവി മോഹിപ്പിച്ചാലും എന്നല്ലേ പ്രാർത്ഥിച്ചത്. അപ്പോൾ ഇവിടെ മഹാമായാദേവിയാൽ നല്ലതുപോലെ മോഹിപ്പിക്കപ്പെട്ടവരായിട്ട് ഉള്ള ഈ മധുകൈടഭന്മാർ അസ്മത്തഹ ഞങ്ങളിൽ നിന്ന് വരഹ വ്രിയതാമിതി വരം വാങ്ങുക എന്ന് കേശവം ഉക്തവന്തവും വിഷ്ണുവിനോട് പറഞ്ഞു. അപ്പോൾ ഇവിടെ വിഷ്ണു എഴുന്നേറ്റ് അവരോട് യുദ്ധം ചെയ്യുകയാണ്, അവരെ വധിക്കാൻ തുടങ്ങിയാണ് കൈകളാകുന്ന ആയുധം വെച്ച്. ഇപ്പോൾ കയ്യിൽ വേറെ ആയുധമൊന്നുമില്ല, സ്വന്തം കൈകൾ തന്നെയാണ് മഹാവിഷ്ണുവിൻ്റെ ആയുധം. അപ്പോൾ മഹാമായയുടെ മോഹപാശത്തിന് അടിമപ്പെട്ട ഈ മധുകൈടഭന്മാർ നോക്കുമ്പോൾ മഹാവിഷ്ണു അവരുടെ മുമ്പിൽ നിൽക്കുക. അപ്പോൾ ഇവർ അതിബലവാന്മാരും അവരുടെ ആ ബുദ്ധിഭ്രമം വന്നിരിക്കുകയാണ്. ബുദ്ധിഭ്രംശം വന്ന ഇവർ വിചാരിച്ചു ഇവരോട് വരം ചോദിക്കാൻ വന്നതാണെന്ന്. അതുകൊണ്ട് ഞങ്ങളിൽ നിന്ന് എന്ത് വരമാണ് വേണ്ടത് വാങ്ങുക എന്ന് മഹാവിഷ്ണുവിനോട് മധുകൈടഭന്മാർ പറഞ്ഞു. കേശവൻ മഹാവിഷ്ണുവാണെന്നറിയാമല്ലോ അല്ലേ. അടുത്തത് ഇത് മതി. അടുത്തത് ശ്രീ ഭഗവാൻ ഉവാചയാണ്. ഭഗവാൻ പറയുന്നതാണ് ഇങ്ങനെ വരം വാങ്ങുക എന്ന് പറയുമ്പോൾ ഭഗവാൻ കൊടുക്കുന്ന മറുപടിയാണ്. അത് നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത വീഡിയോയിൽ പറയാം. ഇന്ന് ഇത്രയും മതി. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു. കമൻസ് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും വളരെ സന്തോഷത്തോടെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് എല്ലാവർക്കും നമസ്കാരം, നന്ദി.